എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാലൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പാലിൻ്റെ ചെറുതായിട്ട് ഒരു പാട പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വേസ്റ്റ് ആവുന്ന ഒരു സംഭവമാണ്. പിന്നെ പാത്രം കഴുകാനും കുറച്ച് ടഫായിരിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ്. നമ്മൾ പാല് തിളപ്പിക്കുന്ന പാത്രത്തിൽ ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഒരു മീഡിയം ചൂടുള്ളത് മതി, തിളച്ച വെള്ളമൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് പാലൊഴിച്ചിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു പാലിൻ്റെ ആ ഒരു പാടയും കാര്യങ്ങളൊക്കെ അടിയുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പാത്രമൊക്കെ കഴുകാൻ എളുപ്പമായിരിക്കും. പിന്നെ അങ്ങനെ കുറച്ച് വേസ്റ്റ് ആവുന്നത് ഒഴിവാക്കാമല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേന്ത്രപ്പഴമൊക്കെ പഴുത്തതൊക്കെ യൂസ് ചെയ്തിട്ട് ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുഴുങ്ങിയിട്ട് നല്ലപോലെ ഉടച്ചെടുക്കാറില്ലേ? അങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സേവനാഴിയുടെ ഉള്ളിലുള്ള ഈ ഒരു സംഭവമല്ലേ, ഇതെടുത്താൽ മതി. ഇത് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ഒരു പിടി പോലെ നമുക്ക് പിടിക്കുകയും ചെയ്യാം. ഈസി ആയിട്ട് എത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പഴം പുഴുങ്ങിയത് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഒക്കെ ആക്കുന്ന സമയത്തും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ചൂടോടെ പൊട്ടറ്റോ പുഴുങ്ങി പൊടിക്കാറില്ലേ, ആ സമയത്തൊക്കെ ഈ ഒരു സംഭവം എടുത്താൽ മതി കേട്ടോ. നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഇഡലിയുടെ സോഫ്റ്റ്നെസ് കൂട്ടാനുള്ള ഒരു കുഞ്ഞ് ടിപ്പ് ഞാൻ പറയാം. നമ്മൾ മാവൊക്കെ നല്ലപോലെ ഫെർമെൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക മാവിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെയ്യിൻ്റെ ഒരു ചെറിയ ഫ്ലേവറും വരും, അതുപോലെ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഇഡലിക്ക് കിട്ടും. നല്ല ഗുണ്ടുമണി പോലെയുള്ള അടിപൊളി ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് നമ്മുടെ കിച്ചണിലോ അതല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽസ് ഉള്ള ചോക്ക് പോലത്തെ അല്ലെങ്കിൽ ഉറുമ്പ് പൊടി ഇങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ പാറ്റതിനെയൊക്കെ ഒഴിവാക്കാനായിട്ടും ഇത് മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുള്ളത് കുറച്ച് വിനാഗിരിയാണ്. നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സിന്തറ്റിക് വിനീഗറാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല സ്മെല്ലുള്ള ടാൽക്കം പൗഡറാണ്. നമ്മൾ ഫേസിലിടാനായിട്ട് യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡർ എക്സ്പയറി ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്താലും മതി. സ്മെല്ലാണ് നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത്. അത് കുറച്ച് മാത്രം ഈ ഒരു വിനാഗിരിയിലേക്ക് ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു നല്ല തുണിയിൽ അതൊന്ന് മുക്കിയിട്ട് എവിടെയാണോ ഉറുമ്പിൻ്റെ ശല്യം, ടൈൽസിലൊക്കെ ആണെങ്കിൽ ആ ടൈൽസിലൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ ജനലിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ബ്ലാക്ക് ആയിട്ടുള്ള സർഫസിലൊക്കെ നല്ലപോലെ പൗഡർ ആയിക്കഴിഞ്ഞാൽ ഒരു പാട പോലെ വരില്ലേ നമ്മൾ തുടയ്ക്കുമ്പോൾ. അതല്ല വൈറ്റ് ടൈൽസോ അല്ലെങ്കിൽ വേറെ പ്രിൻ്റഡ് ടൈൽസൊന്നും അത്ര അറിയുന്ന പ്രശ്നമേ ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് തന്നെ തുടയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചില്ല് വെച്ചിട്ടുള്ള ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കാറുണ്ട്. കുറച്ച് പൗഡർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയുള്ള സമയത്ത്. അപ്പോൾ നമ്മൾ എവിടെയാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് പൗഡറിൻ്റെ അളവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഗ്ലാസിൻ്റെ ടേബിൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, ഒട്ടും ഒരു പൗഡറിൻ്റെ പാട പോലെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ടേബിളിലേക്കൊക്കെ ഉറുമ്പ് കയറുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, നല്ല റിസൾട്ടാണേ. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് വേണം. അടുത്തത് മത്തി പോലുള്ള ചെതുമ്പലുള്ള മീനുകളുണ്ടല്ലോ, അതിൻ്റെ ചെതുമ്പൽ നമുക്ക് ഒട്ടും നമ്മുടെ ഡ്രസ്സിലേക്കൊന്നും ചെതുമ്പൽ തെറിക്കാതെ ക്ലീൻ ചെയ്യാനുള്ള ഒരു കുഞ്ഞു ട്രിക്കാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ കിളിമീൻ എന്നാണ് ഈ മീനെ ഞങ്ങളൊക്കെ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഓരോരോ സ്ഥലത്തും ഓരോരോ പേരല്ലേ. പിന്നെ ഞാൻ ചെമ്പല്ലിക്കോര എന്നുള്ളൊരു പേര് തൃശ്ശൂർ പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കാസർഗോഡാണുള്ളത്, അവിടെ കിളിമീൻ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലത്തെ പേര് പറയാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ചെതുമ്പൽ നല്ല കടിച്ച് പിടിച്ചിരിക്കുന്ന പോലത്തെ ചെതുമ്പലാണ്. ഒട്ടും തന്നെ തെറിക്കാണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മുള്ളുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ കുത്തിക്കൊള്ളും. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൂടുതലും ബുദ്ധിമുട്ടാണ് ഇത് ആക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നമ്മുടെ കുത്തുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കുഞ്ഞു മൂടിയാണ്. നമ്മുടെ എന്താ പറയുക, സോസിൻ്റെ ബോട്ടിലൊക്കെ
വാങ്ങിക്കുമ്പോൾ കിടില്ലേ, അങ്ങനത്തെ ഈ ഒരു മൂടി നമ്മൾ ഒരെണ്ണം സംഘടിപ്പിച്ചെടുക്കുക. അതെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഈ ചെതുമ്പൽ കളയേണ്ട മീൻ ഇത്തിരി വെള്ളത്തിലോട്ട് താഴ്ത്തി പിടിച്ചിട്ട് ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് വേഗം ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡിൽ കൂടെയും അതിൻ്റെ ചെതുമ്പൽ പോവും. റൗണ്ടിലുള്ള ഷേപ്പല്ലേ, അപ്പോൾ മുന്നിലും ബാക്കിലും വരുന്ന 2 ആ ഒരു ഭാഗത്തു കൂടെ പെട്ടെന്ന് തന്നെ ചെതുമ്പൽ കളഞ്ഞു കിട്ടും. കത്തിനേക്കാളും ഈസിയാണ്. ഇതിൻ്റെ ആ ഒരു തുമ്പുഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇതേ ഒരു രീതിയിലല്ലേ ഇങ്ങനെ വേവ്സ് പോലെയുള്ള ഒരു ഷേപ്പാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെതുമ്പൽ ഇങ്ങനെ കളഞ്ഞെടുക്കാൻ പറ്റും. എല്ലാത്തിൻ്റെയും ചെതുമ്പൽ നമ്മൾ ഇതേപോലെ വെള്ളത്തിലോട്ട് താഴ്ത്തി പിടിച്ചിട്ട് ഈ കുഞ്ഞു മൂടി വെച്ച് ഒന്നിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി കിട്ടും. ആദ്യം ചെതുമ്പൽ ഫുള്ളും ഇങ്ങനെ കളഞ്ഞിട്ട് പിന്നെ നമ്മൾ കത്തി എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെതുമ്പൽ നമ്മൾ കിച്ചൺ സിങ്കിലൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിലോട്ടൊക്കെ തെറിക്കില്ലേ, അതൊക്കെ നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ താഴ്ത്തി പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പറ്റും. ഒട്ടും തന്നെ തെറിക്കില്ല കേട്ടോ. ഞാനിതിപ്പോൾ പുറത്താണ് ചെയ്യുന്നത്, അങ്ങനെ അകത്ത് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. എപ്പോഴും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഈ കുഞ്ഞു മൂടി വെച്ചിട്ടുള്ള ക്ലീനിങ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കത്തി വെച്ചിട്ടും ഇത് വെച്ചിട്ടും ഏതാണ് പെട്ടെന്ന് പറ്റുക നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. അതുപോലെ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.